നിർമ്മാണ സാമഗ്രികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇളവ് അനുവദിക്കണം. കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണങ്ങൾ പ്രതിസന്ധിയിലായെന്നും കത്തിൽ പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അരുൺ സളമൻ ചേരുന്നുണ്ട്. അരുൺ, വിഴിഞ്ഞം പദ്ധതിയുടെ വികസനം അടക്കം കത്തിൽ പരാമർശിക്കുന്നുണ്ടല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും. കാരണം ഈ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം വിഴിഞ്ഞം പദ്ധതിയുടെ ബ്രാക്ക് വാട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറ നിലവിൽ കിട്ടാത്തൊരു സാഹചര്യം ജൂൺ മാസം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് പ്രധാന കാരണമായി മാറിയത് തമിഴ്നാട് സർക്കാർ ജൂൺ മാസം 9-ാം തീയതി ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കേരളത്തിലേക്ക് വരുന്ന പാറകൾ അത് പൂർണ്ണമായിട്ട് നിർത്തലാക്കണം എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തമിഴ്നാട്ടിലെ കോറികൾ അതിൽ തന്നെ നിയമവിരുദ്ധമായിട്ട് പല കോറികളിലും ഖനനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട് 400-ലധികം വരുന്ന കോറികളിൽ വിജയ് നേരിട്ട് എത്തി തന്നെ പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഴിഞ്ഞം പദ്ധതിയെ അത് രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളെ വളരെയധികം ബാധിക്കുകയും ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ്. അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാകണം. കാരണം ദേശീയ പദ്ധതികൾ അതിൽ വിഴിഞ്ഞം പദ്ധതിയുണ്ട്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുണ്ട്. ഈ രണ്ട് പദ്ധതികളെയും പ്രധാനമായും ബാധിക്കുന്നത് ഈ ദേശീയപാത റോഡ് നിർമ്മാണങ്ങളാണ്. നിലവിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കണക്ടിവിറ്റി റോഡുണ്ട്. ഈ റോഡ് നിർമ്മാണങ്ങളെയൊക്കെയും വികസന പ്രവർത്തനങ്ങളെയൊക്കെയും ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇന്നലെ തമിഴ്നാട് സർക്കാർ ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരുന്ന മെറ്റൽ, അതുപോലെ തന്നെ എംസാൻഡ്, മണൽ അടക്കമുള്ള പാറകൾ അടക്കമുള്ളവ പൂർണ്ണമായിട്ടും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളും കഴിഞ്ഞ ദീർഘകാലങ്ങളായിട്ടുള്ള വളരെ ഏകോപനപരമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇളവ്, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു ഇളവ് നൽകണം. ഒരു ഇളവ് അനുവദിച്ചു നൽകിയാൽ മാത്രമേ ഈ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. മറ്റൊന്ന്, ദേശീയപാത ഈ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിൽ തെക്കേ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന പാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ കേരളത്തിൽ നടന്നുവരികയാണ്. അതിനൊപ്പം തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയും. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. ഇത് 3 മാസത്തേക്കാണ് തമിഴ്നാട് സർക്കാർ നിലവിൽ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള സ്റ്റേ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു. കാരണം വിഴിഞ്ഞം പദ്ധതിയെ മാത്രമല്ല ഇത് ബാധിക്കുക, കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ മുഴുവൻ അപ്പാടെ ബാധിച്ചിരിക്കുന്നു. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം ബാധിക്കുമെന്നാണ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്.